ബികോം പഠിച്ച് ഇങ്ങനെ ഈ അക്കൗണ്ടിങ് ഫീൽഡിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്നു. എൻ്റെ പേര് മുഹമ്മദ് റസൽ. ഞാൻ വയനാട് നിന്ന് വരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് ബികോം ആണ്. ബികോം കഴിഞ്ഞ് ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ മറ്റൊരു കോഴ്സിലേക്ക് നോക്കിയത്. അത് ഞാൻ മുന്നേ ഒരു അറബിക് കോളേജിലായിരുന്നു പഠിച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു കോഴ്സ് എടുത്താണ് ഇങ്ങനെ ഈ മെഡിക്കൽ കോഡിങ് എന്ന ഫീൽഡിലേക്ക് വന്നത്. വയനാട്ടിൽ പിന്നെ ഇതിന് പറ്റിയ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോഴിക്കോടേക്ക് വന്ന് ബികോം പഠിച്ചതിന് ശേഷം ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിങ് വന്നത് കൊണ്ട് തന്നെ നല്ല ഇടങ്ങേറുണ്ടായിരുന്നു. ഇങ്ങനെ ഈ മെഡിക്കൽ ടേംസ് എല്ലാം പഠിക്കാനെല്ലാം കുറച്ച് കഷ്ടപ്പെട്ട് CPC എക്സാം എഴുതിയിട്ട് 82% എനിക്ക് നേടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ഈ കോഴിക്കോട് അരുൺ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചർമാരൊരു ഗുണമായിട്ടേ ഞാൻ പറയൂ. ഒരെങ്ങനെ നമ്മൾ ബേക്കിൽ നടന്നുകൊണ്ടാണ് അത് പാസ്സായത്. ഈ കോഴ്സ് കഴിഞ്ഞ് ഒരാഴ്ചനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ കിട്ടിയായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. അതിന് ശേഷം കഷ്ടപ്പാടായിരുന്നു. അത് കിട്ടൂല എന്നത് കഴിഞ്ഞ പാടെ തന്നെ ഉറപ്പായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റി. അതും ബാംഗ്ലൂർ നല്ലൊരു കമ്പനി, ഒപ്റ്റം പറയുന്ന നല്ലൊരു കമ്പനി തന്നെ പ്ലേസ്ഡ് ആവാൻ പറ്റി. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ബികോം പഠിച്ച് ഇങ്ങനെ ഈ അക്കൗണ്ടിങ് ഫീൽഡിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോഡിങ് ഇങ്ങനെ നല്ലൊരു കോഴ്സ് എടുത്തുകൊണ്ട് ഇപ്പം നല്ലൊരു IT കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. ഇപ്പോൾ 30-ന് ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്.